ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ അടച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം തേടിയാൽ ഏതാണ്ട് പാതിയോളം പേർ യോജിക്കുന്നില്ലെന്ന് പറയും, പാതിയിൽ ഏറെ പേർ യോജിക്കുന്നു എന്ന് പറയും. അതാണ് വാസ്തവത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന കൾട്ട് ഫിഗർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന തെറ്റിദ്ധാരണയുടെ ശക്തി. ബോബി ഒരു നിരപരാധിയായ മനുഷ്യനാണെന്നും സത്യസന്ധനായ പച്ച മനുഷ്യനാണെന്നും അയാൾ പറഞ്ഞ വളിച്ച തമാശയുടെ പുറത്ത് അയാളെ ജയിലിൽ അടയ്ക്കുന്നത് ഉചിതമല്ല എന്നും വിശ്വസിക്കുന്നവരാണ് ഏറെയും. എന്നാൽ ബോബി ചെമ്മണ്ണൂർ ഒരു ഭൂലോക ഫ്രോഡാണെന്നും മാധ്യമങ്ങളിൽ പരസ്യം കൊടുത്ത് അയാൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന കള്ള ഇമേജാണ് അയാളുടെ നന്മമരമെന്നും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയുമായി നാട്ടുകാരുടെ പോക്കറ്റിലെ പണം മാത്രം ലാക്കാക്കി കച്ചവടം നടത്തുന്ന ബോബി ചെമ്മണ്ണൂർ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ തന്റെ തട്ടിപ്പിനും വെട്ടിപ്പിനും മറപിടിക്കാനാണെന്ന് ഇപ്പോഴും മാധ്യമങ്ങൾ പറയുന്നില്ല. കേവലം ഹണി റോസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹണി റോസിന്റെ ചാരിത്രത്തെക്കുറിച്ച് പ്രസംഗം നടത്തിയാണ് പലരും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഹണി റോസ് എന്ന നടിയുടെ വസ്ത്രധാരണം ശരിയായിരുന്നില്ലത്രേ. ഹണി റോസ് എന്ന നടിയുടെ ആകാര ഭംഗി ശരിയല്ലത്രേ. അത്തരത്തിൽ ആകാര വടിവുള്ള ഒരു നടിയോട്, അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്ന ഒരു നടിയോട് അങ്ങനെ ഒരു തമാശ പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കാൻ പറ്റിയ കുറ്റമാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതിന് രണ്ട് ഉത്തരങ്ങളുണ്ട്. ഒന്ന്, ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടത് ശതകോടികളുടെ തട്ടിപ്പ് നടത്തുന്നതിന്റെ പേരിലാണ്. ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ പണം പോക്കറ്റിലിട്ടുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഈ വൃത്തികേടുകളെല്ലാം കാട്ടിക്കൂട്ടുന്നത്.